कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो ഭാഗവത കഥകൾ 171. ദ്വാരകയിൽ താമസിക്കുന്നതിനിടെ പൂർവകാല സ്മരണയുണർന്ന ബലരാമൻ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. ബലരാമൻ വന്നതറിഞ്ഞ് പഴയ ചങ്ങാതിമാർ ആഹ്ലാദത്തോടെ ഓടിയെത്തി. അവരുടെ ഒപ്പമെത്തിയ ഗോപികമാരാകട്ടെ എന്തേ കൃഷ്ണൻ മാത്രം ഒരിക്കൽ പോലും തങ്ങളെ കാണാനെത്തിയില്ല എന്ന് കേണു. കൃഷ്ണന്റെ പ്രേമം മാത്രം കൊതിച്ച് സർവ്വതും ഉപേക്ഷിച്ച തങ്ങളെ എങ്ങനെയാണ് അവനെ മറക്കാൻ കഴിഞ്ഞത് എന്ന് ദുഃഖിച്ച ഗോപികമാർക്ക് കൃഷ്ണൻ അരികിലുണ്ടായിരുന്ന നാളുകളെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ദുഃഖമടക്കാൻ കഴിയാതെയായി. ഇതി പ്രഹസിതം ശൗരേർജൽപിതം ചാരുവീക്ഷിതം ഗതിം പ്രേമ പരിഷ്വംഗം സ്മരന്ത്യോരുരുദസ്ത്രീയാ. ഇപ്രകാരം കൃഷ്ണനെ സ്മരിച്ചപ്പോൾ തന്നെ അവന്റെ സ്നേഹകടാക്ഷം, മധുര സംസാരം, പ്രണയ ആലിംഗനം ഇവയെല്ലാം ഉള്ളിൽ വീണ്ടും ഓർമ്മ വന്ന് അവർ പൊട്ടിക്കരഞ്ഞു തുടങ്ങി. അപ്പോൾ ബലരാമൻ മന്ദഹാസത്തോടെ ശ്രീകൃഷ്ണന്റെ സന്ദേശം അവരോട് വീണ്ടും പറഞ്ഞു. തന്റെ തന്നെ ഭാഗമായി തീർന്ന ഓരോ ഗോപികയെയും ഒരിക്കലും താൻ കൈവിടുകയില്ല എന്നും അരികിൽ ദേഹഭാവത്തിൽ കാണുമ്പോൾ അറിയുന്നതിലും പ്രേമ നിർവൃതി, ഭക്തിപൂർവമുള്ള പ്രേമസ്മരണ നൽകുമെന്നും കൃഷ്ണൻ പറഞ്ഞിരുന്നു. അങ്ങനെ പഴയ കഥകളിൽ അലിഞ്ഞലിഞ്ഞ് അവർ അവിടെ കഴിയുമ്പോൾ പൗർണമിയുടെ വെണ്ണിലാവിൽ തിളങ്ങിയ യമുനാ തീരം വിലാസ സൗന്ദര്യത്തിൽ തിളങ്ങി. അപ്പോൾ വിടർന്ന പൂമൊട്ടുകളുടെ സുഗന്ധം നിറഞ്ഞ ഇളം കാറ്റിൽ ലതകൾ നൃത്തം തുടങ്ങി. വൃക്ഷങ്ങളുടെ നിഴലുകൾ തളിരിലകൾ തീർത്ത മെത്തമേൽ ആകർഷകമായ കോലങ്ങൾ എഴുതി. പൗർണമി ദിനത്തിന്റെ സൗന്ദര്യം നുകർന്ന് ബലരാമൻ ഗോപികമാരോടൊത്ത് കാട്ടിൽ വിഹരിച്ചു. കാറ്റിൽ വാരുണി മധുവിന്റെ സുഗന്ധം നിറഞ്ഞപ്പോൾ ബലരാമൻ പുളകിതനായി. വാരുണി എന്നു പേരായ മദ്യം ലഭിക്കുന്ന ഒരു വൃക്ഷം അവിടെയുണ്ടായിരുന്നു. വാരുണി മധുവിൽ ആകൃഷ്ടനായ ബലരാമൻ അതെടുത്ത് മതി വരുവോളം പാനം ചെയ്തു. സ്വതവേ ചുവന്ന രാശി കലർന്ന കണ്ണുകൾ മുരിക്കിൻ പൂവ് പോലെ ചുവന്നു. തിളങ്ങുന്ന കുണ്ടലങ്ങളിൽ ഒന്ന് എവിടെയോ വീണുപോയി. അരയിൽ ചുറ്റിയ നീലപ്പട്ട് ചുരുളഴിഞ്ഞ് കാറ്റിലിളകി. ചുറ്റും ഗോപികമാർ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഉടലുകൾ വിയർപ്പിൽ കുതിർന്നു. അങ്ങനെ ലഹരി പിടിച്ച അവസ്ഥയിൽ അദ്ദേഹത്തിന് ജലക്രീഡ നടത്താൻ മോഹമുദിച്ചു. കാട്ടിൽ ചുറ്റി നടന്നു നോക്കിയപ്പോൾ കാളിന്തി രൂപമാർന്ന യമുന ദൂരെയാണ് എന്ന് മനസ്സിലായി. ക്രീഡാമോഹിതനായ ബലരാമൻ യമുനാ നദിയോട് ഗതി മാറിയൊഴുകാൻ കൽപ്പിച്ചു. ഗോപികമാരുമായി താൻ നിൽക്കുന്നിടത്ത് ജലക്രീഡ ചെയ്യാനായിരുന്നു ബലരാമന്റെ ഉദ്ദേശം. മത്തുപിടിച്ചവന്റെ പ്രലംബനമെന്ന് ധരിച്ച് യമുന ബലരാമന്റെ ആജ്ഞയെ അവഗണിച്ചു. ഗതി മാറ്റി തന്റെ അരികിലേക്ക് ഒഴുകി വരൂ എന്ന ആജ്ഞ കേട്ടതായി പോലും അവൾ നടിച്ചില്ല. കോപിഷ്ഠനായ ബലരാമൻ തന്റെ കലപ്പയുമായി വന്ന് ആഴമേറിയ ഒരു ചാലുണ്ടാക്കി തന്റെ അരികിലേക്ക് നദിയെ വലിച്ചിഴച്ചു. യമുനയെ 1000 ചെറുചാലുകളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്രകാരം നദി തന്നെ 1000 ചെറുചാലായി വേർപിരിഞ്ഞ് നശിക്കുന്ന വിധത്തിൽ കലപ്പ കൊണ്ട് യമുനയെ വലിച്ചിഴയ്ക്കാനും തുടങ്ങി. പെട്ടെന്ന് മനുഷ്യാകാരം പൂണ്ട യമുനാ നദി ബലരാമനോട് യാചിച്ചു. ഭഗവാനെ, ഒരു നിമിഷം അങ്ങ് ആരാണെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. ആദ്യത്തേതുപോലെ ഒറ്റയായി ഒഴുകാൻ അനുവദിച്ചാലും. ബലരാമൻ സമ്മതിച്ചു. യമുന ബലരാമന്റെ പാദങ്ങൾ വലം വെച്ച് ഒഴുകിത്തുടങ്ങി. മത്തനായ ഗജവീരൻ പിടിയാനകളുമൊത്ത് എന്നതുപോലെ ഗോപികമാരുമൊത്ത് അദ്ദേഹം യമുനയിൽ ജലക്രീഡ നടത്തി. ഇത്രയും പറഞ്ഞ ശുകമുനി പരീക്ഷിത്തിനെ ഓർമ്മപ്പെടുത്തി. അല്ലയോ പരീക്ഷിത് മഹാരാജൻ, ഇപ്പോഴും യമുന ഒഴുകുന്നത് ബലരാമൻ ചാലുകീറി ഗതിമാറ്റിയിടത്തുകൂടിയാണ്. ബലരാമന്റെ ശക്തിവിശേഷത്തിന് തെളിവായി അത് നിലകൊള്ളുന്നു. പിന്നീട് ശുകമുനി പൗണ്ഡ്രക വസുദേവന്റെ കഥ പറഞ്ഞു തുടങ്ങി.
കരൂഷ രാജ്യത്തിലെ രാജാവായിരുന്നു വാസുദേവന്റെ പുത്രനായിരുന്ന പൗണ്ഡ്രകൻ. വൈഷ്ണവ അവതാര കഥകളിൽ ചെറുപ്പം മുതൽ ആകൃഷ്ടനായിരുന്ന പൗണ്ഡ്രകൻ വാസുദേവപുത്രനായി വിഷ്ണു അവതരിക്കും എന്ന കഥ കേട്ട് താൻ തന്നെയല്ലേ ആ അവതാരം എന്ന് സംശയം തോന്നിത്തുടങ്ങി. പിൽക്കാലത്ത് രാജാവായ പൗണ്ഡ്രകനെ മുഖസ്തുതിക്കാരായ കൊട്ടാരം സേവകർ വിഷ്ണുവിന്റെ അവതാരമെന്ന് പറഞ്ഞ് പുകഴ്ത്തി തുടങ്ങി. പൗണ്ഡ്രകൻ ഇത് ആസ്വദിക്കുന്നു എന്നറിഞ്ഞപ്പോൾ രാജാവിന്റെ പ്രീതി പിടിച്ചുപറ്റാനുള്ള മാർഗം ഈ പുകഴ്ത്തലാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ കാര്യസാധ്യത്തിനായി പലരും പൗണ്ഡ്രകൻ വിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് വിശ്വസിപ്പിച്ചു. അങ്ങനെ സ്വയം വിഷ്ണുവിന്റെ അവതാരമെന്ന് ധരിച്ച പൗണ്ഡ്രകൻ വൈഷ്ണവ ചിഹ്നമായ ശ്രീവത്സമുണ്ടാക്കാനായി നെഞ്ചിൽ തീവെച്ച് പൊള്ളിക്കുകയും ആ പൊള്ളലുണ്ടാക്കിയ പാടിനെ ശ്രീവത്സമായി അഭിമാനപൂർവ്വം ധരിക്കുകയും ചെയ്തു. വിലപിടിച്ച രത്നം പിടിപ്പിച്ച മാല കൗസ്തുഭമെന്ന പേരിൽ കഴുത്തിലണിയുകയും മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കുണ്ഡലങ്ങൾ കാതിലണിയുകയും കൃത്രിമമായി നിർമ്മിച്ച സുദർശനവും ഗദയും ആയുധമാക്കുകയും കൈകളിൽ താമരയും ശംഖുമൊക്കെ കൊണ്ടു നടക്കുകയും ചെയ്തു തുടങ്ങിയതോടെ പൗണ്ഡ്രകന്റെ കഥകൾ നാടെങ്ങും പരന്നു. രാജ്യത്തെയും അയൽരാജ്യങ്ങളിലെയും തുന്നൽക്കാരെ വരുത്തി വിശേഷപ്പെട്ട പലതരം മഞ്ഞ വസ്ത്രങ്ങൾ നെയ്തെടുത്ത് ധരിക്കുന്നതും അദ്ദേഹം ശീലമാക്കിയിരുന്നു. കാശിയുടെ അയൽരാജ്യമായിരുന്നു കരുഷം. സ്വയം വിഷ്ണുവായി പ്രഖ്യാപിച്ച പൗണ്ഡ്രകൻ കച്ചവടക്കാരിൽ നിന്നും കർഷകരിൽ നിന്നും ഗോപാലകരിൽ നിന്നും അമിതമായി നികുതികൾ ചുമത്തി. ഈ പണമുപയോഗിച്ച് പൗണ്ഡ്രകൻ കൊട്ടാരം വൈകുണ്ഠമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സദസ്സു മുഴുവൻ സ്തുതിപാഠകരെ കൊണ്ട് നിറച്ച അദ്ദേഹം രാജ്യത്തെ വീടുകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം വിഷ്ണുവേഷം ധരിച്ച സ്വന്തം ചിത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പ്രജകളോട് ഉത്തരവിട്ടു. ഉത്തരവ് അനുസരിക്കാത്തവരെയും തനിക്കെതിരെ സംസാരിച്ചവരെയും സൈനികരെ ഉപയോഗിച്ച് ആക്രമിച്ച പൗണ്ഡ്രകൻ അവരെയെല്ലാം തടവിലിട്ടു പീഡനങ്ങൾക്കിരയാക്കി ആസ്വദിക്കുകയും ചെയ്തു. അയൽ രാജ്യങ്ങളിലെല്ലാം താൻ വിഷ്ണുവിന്റെ അവതാരമാണെന്നും തന്നെ ആരാധിക്കണമെന്നും ആവശ്യപ്പെട്ട് ദൂതുകൾ അയച്ച പൗണ്ഡ്രകൻ വിഡ്ഢിവേഷം കെട്ടി സന്ദർശനങ്ങൾ നടത്തുകയും പതിവാക്കിയിരുന്നു. ഇതിനിടയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണനെക്കുറിച്ച് അറിഞ്ഞ പൗണ്ഡ്രകൻ ശരിക്കുള്ള വിഷ്ണുവിന്റെ അവതാരം താനാണെന്നും എത്രയും പെട്ടെന്ന് ആയുധങ്ങളോടെ തനിക്ക് കീഴടങ്ങണമെന്നും ആവശ്യപ്പെട്ടാണ് ദ്വാരകയിലേക്ക് കൃഷ്ണനെ ദൂതയച്ചത്. ദൂതൻ ദ്വാരകയിലെത്തിയതേ ഭീതിയോടെയാണ്. ദ്വാരകാനാഥനോട് ഉടൻ തനിക്ക് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്ന സന്ദേശം വായിക്കാൻ പോലും അയാൾ ഭയപ്പെട്ടു. പൗണ്ഡ്രകന്റെ സന്ദേശത്തോട് ശ്രീകൃഷ്ണൻ പ്രതികരിച്ചതെങ്ങനെ? ആ കഥ നാളെ.